നമ്മുടെ കുട്ടികൾക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിനോട് ഒരു പ്രത്യേക ഇഷ്ടം കാണും. എന്നാൽ അവരുടെ സ്കിന്നിന് അത് സേഫ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം നമ്മൾ യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടി കെമിക്കൽ കണ്ടന്റ് കൂടുതലുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും. യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക് തികച്ചും നാച്ചുറലാണ് കേട്ടോ. ഞാനിത് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഉമ്മീസ് നാച്ചുറൽസ് എന്നാണ് അവരുടെ പേജിൻ്റെ നെയിം. അവർക്ക് കുറേ നാച്ചുറൽ പ്രൊഡക്ട്സ് ഉണ്ട്. അതിൽ 2 എണ്ണം ഞാൻ വാങ്ങി. ഒന്ന് ഐലൈനറും പിന്നെ ഈ കാണുന്ന ബുള്ളറ്റ് ലിപ്സ്റ്റിക്കും. ഇത് ചോക്ലേറ്റ് ബ്രൗൺ എന്ന ഒരു ഷെയ്ഡാണ്. ഈ ഒരു ഷെയ്ഡ് മാത്രമേ ഞാൻ വാങ്ങുന്ന ടൈമിൽ ഇതിൽ ബുള്ളറ്റ് ലിപ്സ്റ്റിക്കായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ അവർക്ക് ലിപ് ബാം, ലിപ് ടിൻറ്റ് എന്നൊക്കെ പറഞ്ഞ് കുറേ നാച്ചുറൽ ഐറ്റംസ് ഉണ്ട്. നിങ്ങൾക്ക് അവരുടെ പേജ് കയറി നോക്കിയാൽ കാണാൻ പറ്റും. നമ്മുടെ സാധാരണ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക് മാതിരി തന്നെയാണ്. പിന്നെ കളറും അതുപോലെ തന്നെ നല്ല ഷെയ്ഡാണ് കേട്ടോ. ഇതെല്ലാവർക്കും ചേരുന്ന ഒരു ഷെയ്ഡാണ്. പിന്നെ ഇത് വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇതൊരു നാച്ചുറൽ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് മണമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പിന്നെ ഒരു വാക്സിൻ്റെ സ്മെല്ലാണ് ഉണ്ടാവുക. അതുമാത്രമല്ല ഇത് ലോങ് ലാസ്റ്റിംഗ് ഒന്നുമല്ല. പക്ഷേ ഒരു ചെറിയ ടിൻറ്റ് നമ്മുടെ ലിപ്സിലിങ്ങനെ ഉണ്ടാവും. ഓവറോൾ ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്. നമുക്ക് നാച്ചുറലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിയത് ഒരു ഐലൈനറാണ്. അവർക്ക് ഇത് കൂടാതെ കൺമഷി ഉണ്ട് കേട്ടോ. നാച്ചുറലായിട്ടുള്ള കൺമഷി, കാജലൊക്കെ അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റിക്ക് ഭയങ്കര കട്ടിയായത് കാരണം നമുക്ക് നല്ല രീതിയിൽ കണ്ണെഴുതാൻ സാധിക്കില്ല. പക്ഷേ ഇതിൻ്റെ കളറ് നല്ല ഡാർക്ക് കളറാണ്. മാത്രമല്ല ഇത് വാട്ടർ പ്രൂഫും ആണ്. അപ്പോൾ ഐലൈനറിൻ്റെ ആ സ്റ്റിക്കിൻ്റെ പ്രോബ്ലം ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സൂപ്പറാണ്. അപ്പോൾ ഉമ്മീസ് നാച്ചുറൽസ് എന്ന് പറഞ്ഞൊരു പേജാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഈ പേജുണ്ട്. ഞാൻ ഏത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ